ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇത് അമ്പാടിനെയും കൊണ്ടേ നമ്മൾ ശബരിമലയിൽ ചോറ് കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ആക്കുന്നതാണ് കേട്ടോ. നമ്മളങ്ങനെ വ്ലോഗ് എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നും പോയത് ആയിരുന്നില്ല. ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടിയിട്ടൊരു നമ്മുടെ അമ്പാടിയുടെ ആ ചോറൂണിൻ്റെ വീഡിയോ ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോൾ അത് ഏകദേശം ഒരു 4 lakh എബോ വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മലയ്ക്ക് പോയതിൻ്റെ ഒരു വ്ളോഗായിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലിപ്സൊക്കെ കൂട്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തുലാമാസം 1-ാം തീയതിയാണ് കേട്ടോ. രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോയത്. നമ്മളിവിടെ പെരുമ്പാവൂർ കോടനാട് നിന്നാണ് കേട്ടോ പോകുന്നത്. അപ്പം അങ്ങനെ രാത്രി ഇറങ്ങി പിറ്റേന്ന് വെളുപ്പിനൊരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പമ്പയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഞാനും പിന്നെ എൻ്റെ ഹസ്ബൻഡ് വിഷ്ണുവേട്ടനും പിന്നെ എൻ്റെ അമ്മയും പിന്നെ നമ്മുടെ ഒരു റിലേറ്റീവ് സന്ദീപേട്ടനും പിന്നെ അമ്പാടിക്കൊട്ടും കൂടെ കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ പമ്പയിൽ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്പാടിനെ നമ്മൾ വൈകിട്ട് കുളിപ്പിച്ചിട്ടാണ് കേട്ടോ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ട് പമ്പയിൽ നിന്ന് വെള്ളം എടുത്ത് നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഗണപതി അമ്പലത്തിൽ വന്ന് തൊഴുത്തു തേങ്ങയൊക്കെ ഉടച്ചിട്ട് അവർ മല കയറാൻ തുടങ്ങി. അപ്പോൾ ഞാനും അമ്മയും കൂടെ കൂടിയിട്ട് അവിടെ ഗണപതി അമ്പലത്തിൻ്റെ നടപ്പന്തലിൽ വെയിറ്റ് ചെയ്തു കേട്ടോ. നമ്മളങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോരാറായപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് കുറച്ചൊക്കെ നീങ്ങി കഴിയുമ്പോൾ മേളിലായിട്ടൊരു റൂം ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ അമ്മയ്ക്കൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. അത് പെയ്ഡ് സർവീസ് ആണോ എന്ന് നമുക്ക് അത്ര അറിയില്ല കേട്ടോ. അതിനെപ്പറ്റി നമ്മളത് ഉപയോഗിച്ചില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. നമ്മൾ പോരാറായപ്പോഴാണ് അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ നടപ്പന്തലിൽ വെയിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ശരണമൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഇരുന്നു. വെളുപ്പിൻ്റെ ഒരു 4 മണി 4:30 ആയിട്ടോ അവർ മല കയറാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു 6:45 ആയപ്പോഴേക്കും അവർ ശബരിമലയിൽ എത്തിയിട്ടോ. അപ്പം നമ്മൾ ചോറൂണിന് മാത്രമായിട്ട് പോകുന്നതുകൊണ്ട് വേറൊരു ക്യൂവിലാണ് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പാടിക്ക് അങ്ങനെ വെച്ചപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഫീഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ അയ്യപ്പന്മാരൊക്കെ വന്നിട്ട് അമ്പാടിയുടെ കാലൊക്കെ തൊഴുത്തിട്ട് പോകണ്ടായിരുന്നു എന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 6:45 ആയപ്പോഴവിടെ എത്തിയെങ്കിലും ഒരു 8 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറ് കൊടുക്കലിന് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴായിരുന്നു ടൈം. പിന്നെ നമ്മളങ്ങനെ ചീട്ടൊക്കെ എടുത്തിട്ട് 300 രൂപയാണ് ചോറൂണിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചീട്ടൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ നമ്മൾ അമ്പാടീനെ മാല ഇടിയിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചോറൂണ് നടത്തിയിട്ട് നേരെ തൊഴിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മാല ഇടണത് കുറച്ചും കൂടി ഒന്ന് അമ്പാടിക്ക് തന്നെ 18-ാം പടി കയറുന്ന ഒരു ടൈം ആകുമ്പോൾ കൊണ്ടുപോകാമെന്ന് കേട്ടോ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് തന്നെ ഇങ്ങനെ കയറാലോ അങ്ങനെ ഒരു ഇതിൽ. പിന്നെ അയ്യപ്പൻ്റെ അടുത്ത് ചോറ് കൊടുക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹവും സ്വപ്നമൊക്കെ ആയിരുന്നു. നമ്മളൊരു പ്രഗ്നൻ്റ് ആയിട്ട് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴേ തൊട്ട് നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശബരിമലയിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു ആഗ്രഹം നടന്നു. പിന്നെ ഒരുപാട് കുഞ്ഞുവാവുകളുണ്ടായിരുന്നു കേട്ടോ ചോറൂണിന് വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ സീസൺ വെച്ച് നോക്കുമ്പോൾ അന്നേരം പൊതുവെ തിരക്ക് കുറവായിരുന്നു. പിന്നെ നമുക്ക് ചോറൂണ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു പ്രസാദം കൂടെ നമുക്ക് അമ്മമാർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നു വിടും കേട്ടോ. അപ്പം വിഷ്ണുവേട്ടൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അമ്പാടിക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മണി 10:30 ആയപ്പോഴേക്കും അവർ ചോറൂണും കഴിഞ്ഞ് തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് അമ്പാടി എൻ്റെ അടുത്ത് നിന്ന് ഇത്രയും മണിക്കൂർ മാറിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അവൻ അടുത്തില്ലാത്തതിൻ്റെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നേ. പിന്നെ അമ്പാടി അങ്ങനെ വാശിയുള്ള ആളൊന്നും അല്ല. അവനും ഓക്കെ ആയിരുന്നു കേട്ടോ. കരച്ചിലോ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചോറൂണൊക്കെ നടത്തി ഭംഗിയായിട്ട് വന്നവരെ ആളും ഒക്കെ ആയിട്ടിരുന്നു. പിന്നെ അങ്ങനെ സന്ദീപേട്ടൻ എനിക്ക് അവിടുത്തെ റൂം കാണിച്ചു തരുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള റൂം അവിടെ ഉണ്ടായിരുന്നു. നമ്മളത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവിടെ മേളിലിങ്ങനെ കാണിച്ചു തരുമായിരുന്നു. പിന്നെ അവർ വന്ന് കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നൊന്ന് ഓക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ചായയൊക്കെ വാങ്ങിച്ചിട്ടാണെങ്കിലും നമ്മളത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേറൊന്നും പഴം അങ്ങനെ വെള്ളം അങ്ങനെ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ രാത്രി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് പിറ്റേന്ന് 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ ചോറുണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം യാത്രയും പിന്നെ അവർക്കാണെങ്കിലും തൊഴലും എല്ലാം ഭംഗിയായിട്ട് നടന്നു. വേറെ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനൊരു യാത്ര പോയപ്പോഴേ എനിക്കും അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഓരോ പോകുന്ന വഴിക്കാണെങ്കിലും ഞാൻ അമ്മേനോട് ഇങ്ങനെ പറയുമായിരുന്നേ, ഞാൻ ചെറുതിലേ പോയപ്പോൾ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണെങ്കിലും അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടെ ഇനിയുണ്ടല്ലോ, നടക്കട്ടെ ആഗ്രഹം. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ചു. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ വണ്ടി പാർക്ക് ചെയ്തതാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. നമ്മളും കുറേ ദൂരെയായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ വരെ നടന്നിട്ടാണ് കേട്ടോ പിന്നെ പോകുന്നത്. അതും കഴിഞ്ഞിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സീസൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊന്നും ഒരു തിരക്കല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ പറ്റാത്തത്. പിന്നെ ഇത് നമ്മളങ്ങനെ നിലയ്ക്കൽ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അവർ ശബരിമലയിൽ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.